സ്നേഹവും സത്യവും മാത്രം ഉറപ്പാണ്. വയലാറിന്റെ ഈ വരികൾ ഒരാൾക്കായി നേരത്തെ എഴുതപ്പെട്ടതാണെങ്കിൽ അത് വൈക്കം മുഹമ്മദ് ബഷീറിനായിരിക്കും. എല്ലാവർക്കും എന്റെ ഹൃദയാംഗമായ വന്ദനം. ഇന്ന് ജൂലൈ 5-ാം തീയതി നമ്മൾ മലയാളം സാഹിത്യത്തിലെ മഹാനായ എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മപ്പെടുത്തൽ ദിനം, ബഷീർ ദിനം ആചരിക്കുന്നു. ബഷീറിന്റെ ജീവിതം ചുരുക്കത്തിൽ: എഴുത്തുകാരൻ മാത്രമല്ല, ജീവിതത്തെ എഴുതിക്കാട്ടിയ മനുഷ്യൻ. ഇങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന ബഷീർ 1908 വൈക്കം താലൂക്കിൽ ജനിച്ചു. അദ്ദേഹം രചിച്ച കഥകൾ, നോവലുകൾ മലയാള സാഹിത്യത്തിൽ പുതിയൊരു ശൈലി വരുത്തി. സാധാരണ മനുഷ്യരുടെ ജീവിതം, സ്നേഹം, ദാരിദ്ര്യം, ഹാസ്യം എന്നിവ ചേർന്ന അദ്ദേഹത്തിന്റെ കൃതികൾ കാലത്തിന് ഏറെ മുന്നിൽ പോയവയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായ കൃതികൾ: ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ശരിപ്പടിയില്ലാത്ത ഭഗവത്ഗീത, അൺറായോസ്, ഭാരതസിംഹം, പ്രേമലേഖനം തുടങ്ങിയവ ബഷീറിന്റെ സമകാലികരായ എഴുത്തുകാരേക്കാൾ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഷ ഒരുപാട് ലളിതം, എന്നാൽ അത്ര തന്നെ ദാർശനികവും ആഴവുമുള്ളതായിരുന്നു. ബഷീറിന്റെ എഴുത്തുകൾക്ക് ഹാസ്യത്തിന്റെ നിറവും ആത്മാവിന്റെ നിഗവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രവും നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നവയായിരുന്നു. ഉദാഹരണത്തിന്, പാത്തുമ്മയുടെ ആടിനെ കുറിച്ചുള്ള വിവരണങ്ങൾ നമ്മെ ചിരിപ്പിക്കുമ്പോൾ പിന്നിൽ നീളുന്ന കുടുംബജീവിതത്തിന്റെ സത്യാവസ്ഥയും കാണിക്കും. ബഷീറിന് ഭാഷയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. അദ്ദേഹത്തിന് മനുഷ്യരുണ്ട്. അദ്ദേഹത്തിന്റെ കഥകൾ ഇന്നും പുതിയ തലമുറ വായിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. ബഷീർ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ കൃതികൾ വീണ്ടും വായിക്കുകയും ജീവിതത്തെ നമ്മളെപ്പോലെ സ്നേഹിക്കാൻ പഠിക്കുകയും ചെയ്യുക മാത്രമാണ്. ബഷീറിന്റെ ഓർമ്മയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു: ജീവിതം കൊതിക്കപ്പെടേണ്ടതാണ്, അതിനെ ഭയക്കേണ്ടതില്ല. നന്ദി. ബഷീറിന്റെ അനുഗ്രഹം നാം എല്ലാവരെയും ആശീർവദിക്കട്ടെ.